Yo, this is Karthigan and welcome back to my channel Karthigan Game 3. Guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു AI ചാറ്റ് ബോട്ടിൻ്റെ കമ്പാരിസനാണ്. ജെമിനി AI വേഴ്സസ് കോപ്പൈലറ്റ് ആണ്. അപ്പോൾ കോപ്പൈലറ്റിന് ഇപ്പോൾ ചില ലാപ്ടോപ്സിനൊക്കെ ഡെഡിക്കേറ്റഡ് കീ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ എന്തായാലും ഇടേണ്ടതാണ്. അപ്പോൾ അതാണ് ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്രിയേറ്റ് എ സ്റ്റോറിയാണ് വിത്തിൻ 100 വേർഡ്സ്. ഗൈസ് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ് അപ്പോൾ ഞാനൊന്ന് വായിച്ചു തരട്ടെ. ഗൈസ് അപ്പോൾ ഒരു നല്ല സ്റ്റോറി തന്നെയാണ്, എനിക്കപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് നമ്മൾ അത്യാവശ്യം നല്ല മാർക്കിന് കൊടുക്കേണ്ടതാണ്. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രിയേറ്റ് ഇമേജാണ്. ഗൈസ് അപ്പോൾ ജസ്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ റീസണബിൾ തന്നെയാണ് ഗൈസ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിന് നല്ല മാർക്ക് കൊടുക്കേണ്ടതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു മാർക്ക് കൊടുക്കേണ്ടതാണ്. അടുത്തതാണ് create a tourist plan for America, for going to America guys. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് എൻ്റർ ചെയ്യാണ്. അപ്പോൾ വിസേനെ പറ്റി പറയുന്നുണ്ട്, എപ്പോഴൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ട സമയം പറയുന്നുണ്ട്, പിന്നെ ഏതൊക്കെ ഡെസ്റ്റിനേഷൻസിനാണ് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. അവരതിൻ്റെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നൈസ്. അപ്പോൾ ബഡ്ജറ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതവർ നല്ല രീതി തന്നു, അതിന് നല്ല മാർക്ക് കൊടുക്കേണ്ടതാണ്. അടുത്ത സംബന്ധിച്ച ക്രിയേറ്റ് ആൻ അൽഗോരിതം ഫോർ ഫൈൻഡിങ് ആക്സിലറേഷൻ ഇൻ ജാവ ഗൈസ്. അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം ആ ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാണ്. യെസ് ഗൈസ്. അപ്പം കോഡ് കോഡ് പക്ഷേ ഇത് ഗൈസ് കോഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കോഡ് അവർ കൊടുത്തിട്ടില്ലെന്ന്. അപ്പോൾ നല്ല തന്നെയാണ് ഗൈസ്. അപ്പോൾ കോഡൊക്കെ അവർ തന്നിട്ടുണ്ട്, എൻ്റെ ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ കോഡ് റൺ ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അവർ ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 10 കൊടുക്കുന്നത്. 10 കൊടുക്കുന്നത്. അടുത്ത ഒരു ഫൈനൽ വെലോസിറ്റി ഞാൻ 20 കൊടുക്കുന്നു. ടൈം ലാപ്സ്ഡ് അത് 5 സെക്കൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ക്ലിക്ക് ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, ആക്സിലറേഷൻ ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ്. അപ്പം ആൻസറൊക്കെ കറക്റ്റാണ്. കോഡും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അതവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് റെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്, ലഞ്ചിനെ പറ്റി പറയുന്നുണ്ട്, ഡിന്നറിനെ പറ്റി പറയുന്നുണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ അഡീഷണലൈസ് എൻ്റെ ടിപ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവർ പിന്നെയും റിമെമ്പർ ജസ്റ്റ് എ പ്ലാൻ എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു ടിപ്സും ട്രിക്സ്, ലഞ്ചിന് എന്താ ഡിന്നറിന് എന്താ ഒക്കെ കഴിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അടുത്ത നമുക്ക് ഇനിയൊരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ നമുക്ക് ചോദിക്കാം ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് വിയേർഡ് ഇൻ ദിസ് ഫോട്ടോ ഗൈസ്. അപ്പം ഈ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താ വിയേർഡ് വന്നിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഒരു വെള്ളം എന്താ ചില്ല് പൊട്ടിയ പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിക്കുന്നത്. പക്ഷേ AIക്ക് എങ്ങനെ അത് മനസ്സിലാവുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. I can't analyze the specific content of this image because it contains people's എന്നാണ് അവർ പറയുന്നത്. ലേക്ക് ഓഫ് ഷാറ്റഡ് മിറേഴ്സ് ഗൈസ്. അപ്പോൾ അവർ പാർഷ്യൽ അല്ല, അവർ മിക്കതും കറക്റ്റാണ്.
കാരണം വെച്ചാൽ അപ്പോൾ നമുക്ക് എന്തായാലും മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ പിന്നെ അവർ പറയുന്നത് ഇറ്റ് വുഡ് ബി ലൈക്ലി ഡിഫിക്കൽട്ട് ഡേഞ്ചറസ് എന്നൊക്കെ. അവർ വിചാരം ഇതൊരു ശരിക്കുള്ള സംഭവമാണ്, ബട്ട് ദിസ് ഇസ് എ ഫോട്ടോഷോപ്ഡ് ഫോട്ടോ ആണ്. അപ്പം ജെമിനി എല്ലാ ക്വസ്റ്റ്യൻസിലും ഫുൾ പാസ്സാണ്. ഇനി നമുക്ക് കോപ്പൈലറ്റ് നോക്കാം ഗൈസ്. അപ്പോൾ ക്രിയേറ്റ് എ സ്റ്റോറി ഇൻ 100 words അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ എന്ന് നോക്കാം. ഗായ്സ് അപ്പോൾ സ്റ്റോറി നല്ലത് തന്നെയാണ്, പക്ഷെ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കാർത്തിക് കഴിഞ്ഞത്. അപ്പോൾ അവർ എന്താ പറയുക, ഞാൻ ചോദിച്ചു പൂയിസ് കാർത്തിക് കഴിഞ്ഞത് ചോദിച്ചപ്പോൾ അവർ എൻ്റെ യൂട്യൂബ് ചില വീഡിയോസ് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എനിക്കറിയാം നിങ്ങൾക്ക് എന്താ പറയുക ഈ മിത്തിക്കൽ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലാന്ന്, പക്ഷേ എനിക്ക് ടെക്നോളജിയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നോളജി വെച്ച് എന്തുകൊണ്ട് ചോദിക്കുക, അത് നല്ല സംഭവമാണ്. അതിനെക്കൊണ്ട് ബിങ്ങിന് മാർക്കൊന്നുമില്ല, ജസ്റ്റ് എല്ലാവർക്കും സെയിം മാർക്ക് തന്നെ. ഇപ്പോൾ 1-1 ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയായിരിക്കും ഗൈസ്. അപ്പം ക്രിയേറ്റ് എ ഇമേജ് ഓഫ് മൗസ് ആൻഡ് അപ്സൈഡ് ഡൗൺ വിത്ത് ഡസൻസ് ഓഫ് കാറ്റ്സ്. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട്, ബിങ്കിൻ്റെയോടും. ആൻസർ എന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇവർ കുറച്ച് തെറ്റിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് അവർ വിചാരിച്ചാൽ ഡസൻസ് ഓഫ് കാറ്റ്സ് ആണ്, പക്ഷെ ഞാൻ ഡസൻസ് ഓഫ് മൗസസ് ആണ് അവർ ഇമേജ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഡസൻസ് ഓഫ് കാറ്റ്സ് ആണ്. അപ്പോൾ അതിന് ശേഷം തെറ്റുണ്ട്. അപ്പം നമുക്ക് 2-1 ആണ് ഇപ്പം, കാരണം അവർക്കാണ് ഇപ്പോൾ അഡ്വാൻറ്റേജ് ഉള്ളത് ജെമിനിക്ക്. അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഗൈസ്. അപ്പം അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ക്രിയേറ്റ് എ ടൂറിസ്റ്റ് പ്ലാൻ ഫോർ ഗോയിങ് ടു അമേരിക്ക. ഇവർ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അവർ എന്താ പറയുക കുറച്ച് സൈറ്റ്സ് സംഭവങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, പക്ഷെ മറ്റവർ നൽകിയ പോലെ നൽകിച്ചില്ല ഗൈസ്. അപ്പം സ്റ്റഫ് അപ്പം ഞാൻ ഇവർക്ക് തന്നെ കൊടുക്കുന്നത് 3-1 ആണ് ഇപ്പം. കാരണം മറ്റേ അത്ര പോലെ, കാരണം ഇതാ അവർ നൽകിയ പോലെ നൽകിച്ചില്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സെയിം ആണ്. ക്രിയേറ്റ് ആൻ അൽഗോരിതം ഫോർ ഫൈൻഡിങ് ആക്സലേഷൻ ഇൻ ജാവ. ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കോഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് കോഡ് റൺ ചെയ്യാണ്. 2 m/s². അപ്പം ഇതിപ്പം 4 ഗൈസ്, അപ്പോൾ ഇത് 4-2 ആണ്. അപ്പം ഗൈസ് നോ ചാൻസ്, അവർ ജയിക്കണമെങ്കിൽ വളരെ പാടാണ് ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം ഗൈസ്. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യാണ്. അത് നോക്കാം ഗൈസ് എന്താ ആൻസർ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നല്ല ആൻസർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് 3-5 ആയിനിപ്പം. ഇനി ബോണസ് ക്വസ്റ്റ്യൻ കൊണ്ട് അവർക്ക് എന്തായാലും ജെമിനി തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബോണസ് ക്വസ്റ്റ്യൻ കൂടെ അവർക്ക് ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ വയ്ക്കുന്നത് വാട്ട് ഈസ് വിയർഡ് ഇൻ ദിസ് ഫോട്ടോ. അതേ സെയിം ഫോട്ടോ തന്നെയാണ്. അപ്പം ഗൈസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ചോദിച്ചു നോക്കുകയാണ് വാട്ട് ഈസ് വിയർഡ് ഇൻ ദിസ് ഫോട്ടോ. ഗൈസ് അപ്പോൾ അവർ പറയുന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തോ ഒരു വാട്ടർ ബോഡി അയച്ചൊന്നുമല്ല, എന്തോ ഒരു ഷാറ്റേഡ് ഗൈസ്. അപ്പോൾ അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ബ്രോക്കൺ മിറേഴ്സ് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ദ സർഫസ് ബിനീത്ത് ദം ഇസ് ഇൻ വാട്ടർ ഗൈസ്. അവർക്ക് മനസ്സിലാച്ച് വാട്ടർ അല്ല, പക്ഷെ അവർ ഗൈസ് അപ്പോൾ അവർ പറയുന്നുണ്ട് സറിയൽ എഫക്ട്സ് ക്രിയേറ്റ്സ് എ ഇല്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് വാട്ടർ വൈൽ ആക്ച്വലി ബി എ ടോപ്പ് ഓഫ് ബ്രോക്കൺ മിറേഴ്സ് ഗൈസ്. അവർ പറയുന്നുണ്ട് അത് റിയൽ അല്ല എന്ന്. അപ്പം മറ്റവരെ പോലെ ജെമിനിനെ പോലെ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പോരുത്, അത് ഡേഞ്ചറസ് ആണ്, അങ്ങനെയല്ല. ഇവർക്ക് മനസ്സിലായിട്ടുണ്ടത് ഒരു ഫേക്ക് സംഭവമാണെന്ന്. അപ്പം പക്ഷെ എന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ജെമിനി തന്നെയാണ് ഗൈസ് ജയിച്ചിരിക്കുന്നത്. അപ്പം 6-4 ആണ്. ജെമിനി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്, അതിന് ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു ഗൈസ്. അപ്പം ഇത്രയുള്ള നമ്മളത്തെ വീഡിയോ ജസ്റ്റ് ഒരു കമ്പാരിസൺ വേണ്ടിയായിരുന്നു ഗൈസ്. ഇത്രയുള്ള നമ്മളത്തെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.